ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വെറുമൊരു തമാശക്കാരനാണോ? അങ്ങനെയാണ് കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നത്. വി ഡി സതീശൻ രാഹുൽ ഗാന്ധിയുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ കേൽക്കറെ കേരള ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചതിനെതിരെ വിമർശനമുയർന്ന സമയത്ത് എന്തൊക്കെ തമാശയാണ് ഈ പറയുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. കേരളത്തിൽ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നത് എന്ന മറുചോദ്യമാണ് വി ഡി സതീശൻ ഉന്നയിച്ചത്. സത്യത്തിൽ ഇങ്ങനെയൊരു ചോദ്യം ഉന്നയിച്ചത് ആരാണ്? ഈ ചോദ്യം ഉന്നയിച്ചത് രാഹുൽ ഗാന്ധി, അതായത് വി ഡി സതീശൻ്റെ നേതാവായിട്ടുള്ള ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം മനോജ് അഗർവാൾ എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ അവരെന്ത് ചെയ്യുന്നു? അവർ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നു അവിടുത്തെ സംസ്ഥാന സർക്കാർ. ഈ സമയത്താണ് ഇത് കൊള്ളയ്ക്കുള്ള പ്രതിഫലമാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതേപോലെ തന്നെ മാധ്യമങ്ങളൊക്കെ തന്നെ അത് ഏറ്റുപിടിച്ചു. കാരണം ഒരു ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുമ്പോൾ ഇലക്ഷൻ നടത്തിപ്പുകാരനല്ലേ. ആ ഇലക്ഷൻ നടത്തിപ്പുകാരൻ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സർക്കാരിൻ്റെ ഭാഗമാകുന്നത് എന്നൊക്കെയുള്ള മണ്ടൻ ചോദ്യങ്ങളാണ് പലരും ചോദിച്ചത്. നമുക്കറിയാം, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് മാത്രമേ സങ്കീർണമായ പ്രക്രിയയുള്ളൂ. അപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അത് ഇപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഇലക്ഷൻ കമ്മീഷൻ, വളരെ ശ്രദ്ധേയനായ ഇലക്ഷൻ കമ്മീഷനായിരുന്നത് TN ശേഷനാണ്. ആ TN ശേഷനൊക്കെ അന്നത്തെ കേന്ദ്രമന്ത്രി വിളിച്ച് ചോദിക്കുകയാണ്, താങ്കൾക്ക് ഇലക്ഷൻ കമ്മീഷൻ ആവാൻ പറ്റുമോ? ശരി, അങ്ങനെയാണെങ്കിൽ അപ്പോയിൻ്റ് ചെയ്യും. അങ്ങനെ കേന്ദ്ര സർക്കാർ നേരിട്ട്, അന്നത്തെ കേന്ദ്ര സർക്കാർ ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായ സമയത്ത് നേരിട്ട് അപ്പോയിൻ്റ് ചെയ്ത ആളാണ് TN ശേഷൻ. അപ്പോൾ അങ്ങനെയായിരുന്നു കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തെ നടപടിക്രമങ്ങൾ. ഇപ്പോഴാണ് ഇതിനകത്തൊരു നിയമം കൊണ്ടുവന്ന് ആരൊക്കെ ഇതിനകത്ത് അംഗങ്ങളാണെന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അതൊക്കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാര്യമാണ്. പക്ഷേ അതിന് കീഴിലുള്ള സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർമാരെ നിയമിക്കുന്നത് അതാത് സംസ്ഥാനത്തെ മുതിർന്ന IAS ഓഫീസർമാരിൽ നിന്ന് ഒരാളെ സംസ്ഥാന സർക്കാരുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് നിയമിക്കുന്നു. അങ്ങനെയാണ് അവിടെ മനോജ് അഗർവാൾ വന്നിരുന്നത്. അദ്ദേഹം അവിടുത്തെ IAS ഓഫീസറാണ്. ബംഗാളിലെ 1990 കേഡർ IAS ഓഫീസറാണ്. വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ്. കേരളത്തിൽ രത്തൻ കേൽക്കർ അത്രയൊന്നും സീനിയർ ആയിട്ടുള്ള ആളല്ല. അദ്ദേഹത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറായി നിയമിച്ചു. ഇപ്പോൾ വി ഡി സതീശൻ എന്താ ചെയ്യുന്നത്? ഇതേ ചോദ്യം, അതായത് ബംഗാളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചതിനെതിരെ പ്രതിഷേധിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ്, അതേ വി ഡി സതീശൻ്റെ പാർട്ടി എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചതെന്ന് ചോദിക്കുന്നത് വി ഡി സതീശൻ എന്താ പറയുന്നത്? അയാൾ മികച്ച ഉദ്യോഗസ്ഥനാണ്, അയാൾ IAS കാരനാണ്, ഞങ്ങളാരും നിയമിച്ചതല്ല. അപ്പം മനോജ് അഗർവാൾ IAS അല്ലേ? മനോജ് അഗർവാൾ രത്തൻ കേൽക്കറേക്കാൾ സീനിയർ ആയിട്ടുള്ള IAS ഓഫീസറാണ്. അദ്ദേഹം ഇന്ന ആളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പിണറായി വിജയൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ശൈലജ ടീച്ചറുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ശ്രീമതിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാ IAS കാരും ഏതെങ്കിലും മന്ത്രിമാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് മനോജ് അഗർവാളും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും ഈ വാദങ്ങളൊക്കെ എവിടെ പോയിരുന്നു? പിന്നെ പറഞ്ഞ എന്താണ്? രത്തൻ കേൽക്കറെ പോലെയാണോ അവിടുത്തെ CEO? അവിടെ ആരോപണം, SIRൻ്റെ പേരിൽ ആരോപണം ഉണ്ടായിരുന്നതാണ്. ആരാ ആരോപണം ഉന്നയിച്ചത്? തൃണമൂൽ കോൺഗ്രസും അതേപോലെ തന്നെ കോൺഗ്രസും. ഇവിടെ ആരോപണം വന്നില്ലേ? ഇവിടെ പറഞ്ഞ് എന്താണ് ആരോപണം വന്നത്? ഇതേ ആരോപണം ഉന്നയിച്ചത് ആരാണ്? ഇതേ വി ഡി സതീശൻ തന്നെ ആരോപണം ഉന്നയിച്ചു. ഒരു ഉത്തരവ് സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ചു കൊടുത്ത കോപ്പിക്കകത്ത് ഈ ഉത്തരവ് സംബന്ധിച്ച് നേരത്തെ പരാതി ഉന്നയിച്ച BJPയുടെ കത്തിലെ BJPയുടെ ചിഹ്നം ഇതിനകത്ത് വന്നുപോയി. അപ്പോൾ അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ് എന്ന് കമ്മീഷൻ, കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ വിശദീകരിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും തൃപ്തനാകാതെ അതിശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് വി ഡി സതീശൻ ഉന്നയിച്ചത്. അതേ വി ഡി സതീശൻ തന്നെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതേ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന ആളെ തൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിട്ട് നിയമിക്കുന്നു. അപ്പോൾ ഇതിനെ വിമർശിക്കുന്ന സമയത്ത് എന്തൊരു തമാശയാണ് ഈ പറയുന്നത്? കേരളത്തിൽ എന്തൊക്കെ തമാശയാണ് നടക്കുന്നത് എന്നുള്ളൊരു മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പം രാഹുൽ ഗാന്ധി വിമർശിച്ചതോ? അവിടെ 90 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നാണ് പറയുന്നത്. കേരളത്തിലും 14 ലക്ഷം പേര് ഒഴിവായി. എങ്ങനെയാണ് ഒഴിവായത്? മരിച്ച ആളുകൾ ഒഴിവാകും. ഒന്നിലധികം സ്ഥലത്ത് വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾ ഒഴിവാകും. ഇവിടുന്ന് സ്ഥലം മാറി വേറെ സ്ഥലത്തേക്ക് പോയ ആൾ ഒഴിവാകും. അതേപോലെ തന്നെ നിയമവിരുദ്ധമായിട്ട് വോട്ടർ പട്ടികയിൽ കയറി കൂടിയ ആളുകളും ഒഴിവാകും. അങ്ങനെയാണ് പശ്ചിമ ബംഗാളിലും ആളുകൾ കുറഞ്ഞത്, കേരളത്തിലും കുറഞ്ഞത്. ആ ആളുകൾക്കൊക്കെ ഇനി ആരുടെയെങ്കിലും പട്ടികയിൽ നിന്ന് ഒഴിവായിട്ടുണ്ടെങ്കിൽ വ്യക്തമായ കാരണങ്ങൾ സഹിതം അവർക്ക് വീണ്ടും അപ്ലൈ ചെയ്ത് വോട്ടർ പട്ടികയിൽ കയറാം. അങ്ങനെയും പശ്ചിമ ബംഗാളിലും കുറേ ആളുകൾ കയറി, കേരളത്തിലും ആളുകൾ കയറി. അപ്പോൾ എന്താ വിഷയം? എതിർപ്പ് പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിലും കോൺഗ്രസിനും ഒക്കെ എതിർപ്പുണ്ടായിരുന്നു. വലിയ വിമർശനമാണ് അവർ ഉന്നയിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട്
അധികാരം കിട്ടുന്ന സമയത്ത് ഒരു നിലപാട്, അതേപോലെ തന്നെ അധികാരമില്ലാത്ത സ്ഥലത്ത് വേറെ നിലപാട് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അത് ഭൂഷണമല്ല. കാരണം നിങ്ങൾ SIR നിങ്ങൾക്ക് എതിർക്കാനുള്ള അവകാശം പോലുമില്ല. കാരണം SIR തങ്ങൾ എതിർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെതിരെ നിലപാടെടുത്ത് സ്വീകരിക്കാൻ പറ്റുമോ? SIR ഇന്ത്യയിൽ കാലാകാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന 10 വർഷം കൂടുന്ന സമയത്ത് ഇതേ പ്രക്രിയ ഇലക്ഷൻ കമ്മീഷൻ റുട്ടീനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. ഇടക്കാലത്ത് ചിലപ്പോൾ നടന്നില്ലായിരിക്കാം, പക്ഷേ 50കളിലും 60കളിലും 70കളിലൊക്കെ ഇത് നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നു. ബീഹാറിൽ നിങ്ങൾ SIR സംസാരിച്ചു, എന്തായി? അവസാനം തേജസ്വി യാദവ് വരെ നിങ്ങളെ കൈവിട്ടു, അവസാനം ജനവും കൈവിട്ടു. എല്ലാ സംസ്ഥാനത്തും SIR സംസാരിച്ചു. ഇപ്പോൾ കേരളത്തിലെ ശശി തരൂർ എന്താ പറയുന്നത്? SIR നന്നായി, അതുകൊണ്ട് CPM-ൻ്റെയൊക്കെ കള്ളവോട്ട് ഇല്ലാതായി. അപ്പം കേരളത്തിൽ കോൺഗ്രസ് ജയിക്കാൻ SIR ഒരു ഘടകമായി എന്നാണ് ശശി തരൂർ പറയുന്നത്. അപ്പോൾ പശ്ചിമ ബംഗാളിൽ ഇല്ലീഗലായിട്ടുള്ള വോട്ടർമാരെ, നുഴഞ്ഞുകയറ്റക്കാരെയൊക്കെ ഒഴിവാക്കാനാണ് SIR ഉപകാരപ്പെട്ടത്. അപ്പോൾ ഇവിടെ എന്തിനാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്? അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് തെറ്റായിരുന്നു എന്നെങ്കിലും വി ഡി സതീശൻ പറയണ്ടേ? അതേ ഇപ്പോൾ കേരളത്തിൽ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ വിമർശനം നടത്തുക ചെയ്യുന്നത്. അവരെന്ത് തമാശയാണ് പറയുന്നത് ചോദിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു തമാശക്കാരനാണ്, അദ്ദേഹം ഈ തമാശ നിർത്തണമെന്ന് വി ഡി സതീശൻ പറയാത്തത് എന്നാണ് കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത്.